ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അലക്സ് റാം മുഹമ്മദ്. കാണാ കാഴ്ചകൾ, അറിയാ കഥകൾ, പുതിയ പുതിയ വിശേഷങ്ങളുമായി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഒരേ ഒരു പോരാളി. KGF-ൽ യാഷു പറയുന്നൊരു ഉത്തരമുണ്ട്, അമ്മ. ഈ കഥ പോരാളികളായ അമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. ബോക്സിംഗ് റിംഗിലെ മകന്റെ സ്വപ്നത്തിന് വഴിവിളക്കായി നിന്നൊരമ്മ ഒടുവിൽ അതേ ബോക്സിംഗ് റിംഗിലെ ചാമ്പ്യനായി മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു ട്വിസ്റ്റിന്റെ കഥ പറയാനുണ്ട് കൊച്ചിയിലെ ആൻമേരി ഫിലിപ്പിനും മകൻ ക്രിസിനും. മകന്റെ ബോക്സിംഗ് സ്വപ്നത്തിന് കൂട്ടുപോയിട്ട് ഒടുവിൽ മകനൊപ്പം അതേ സ്വപ്നത്തെ കയ്യെത്തിപ്പിടിച്ച ഒരു സൂപ്പർ മോമിന്റെ കഥയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇന്നാദ്യം. പ്രപഞ്ചത്തിലെ പോരാളി, ബോക്സിംഗ് റിംഗിലും പോരാളിയായതിന്റെ കഥ നമ്മളോട് പറയുന്നത് കൊച്ചിയിൽ നിന്നും ബിൻഷാ മുഹമ്മദ്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഡയലോഗ് എൻ്റെ അല്ല, KGF-ൽ റോക്കി ഭായിയുടെ ഡയലോഗാണ്. മക്കളുടെ സ്വപ്നങ്ങൾക്ക് തണലും തുണയുമായി നിൽക്കുന്ന എല്ലാ അമ്മമാരും പോരാളികൾ തന്നെയാണ്. പക്ഷേ റൈഡിംഗ് റിപ്പോർട്ടർ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന അമ്മ വെറും പോരാളി മാത്രമല്ല, കിക്ക് ബോക്സിംഗിലെ ഒരു കില്ലാടി കൂടിയാണ്. മകൻ്റെ ബോക്സിംഗ് സ്വപ്നങ്ങൾക്ക് കൂട്ടുപോയ അമ്മ, കിക്ക് ബോക്സറായ ഒരു കഥ. ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. മകൻ്റെ ബോക്സിംഗ് കോച്ച് ചോദിച്ച ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിന് നൽകിയ ഉത്തരമാണ് ജീവിതത്തിലെ തന്നെ വലിയൊരു ട്വിസ്റ്റിലേക്ക് ആൻമേരി ഫിലിപ്പിനെ എത്തിച്ചത്. മകൻ്റെ ബോക്സിംഗ് യാത്രകളിൽ പതിവ് കൂട്ടുകാരിയായി അല്ലെങ്കിൽ സഹയാത്രികയായുള്ള പതിവ് സഞ്ചാരം. ആ സഞ്ചാരത്തിനിടയ്ക്ക് മാർഷൽ ആർട്സിൻ്റെ മാസ്റ്റർ ചോദിക്കുന്നു, ആൻ ഒന്ന് മത്സരിച്ചാലോ എന്ന്. ആ ചോദ്യത്തിൽ കളി മാറി. പിന്നെ കണ്ടത് ഇടിക്കൂട്ടിലെ പെൺപുലിയായ ആനിനെയാണ്. അവിടെ നിന്നങ്ങോട്ട് കിട്ടിയ നേട്ടങ്ങളേറെ, വഴിമാറിയ റെക്കോർഡുകളേറെ. ക്രിസിനെ എന്തെങ്കിലും ഒരു കോമ്പാറ്റ് സ്പോർട്സ് ചെയ്യിപ്പിക്കണം എന്ന് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മകനെ കൊണ്ട് ട്രെയിനിങ്ങിന് വന്നതാണ് സ്പാരിങ്ങിൽ. അപ്പം അവന് കൂട്ടായിട്ട് ഇരുന്ന് കുറച്ച് നാൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ എൻ്റെ കോച്ച്, കിരൺ എന്നാണ് എൻ്റെ കോച്ചിൻ്റെ പേര്, കോച്ച് ചോദിച്ചൊരു ചോദ്യം, അതായത് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് എൻ്റെ ഈ ജേണിയിലേക്കൊരു വഴിത്തിരിവായി വന്നത്. മകന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്ന, അവന്റെ ഓരോ വിജയത്തിലും സന്തോഷിക്കുന്ന ഏതൊരു അമ്മയെയും പോലെ തന്നെയായിരുന്നു ആനും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത് 5 കൊല്ലം ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി. പ്രസവത്തോടെ കരിയറിന് ഒരിടവേള. പടിയിറങ്ങിപ്പോയ ഫിറ്റ്നസിനെ തിരികെ പിടിക്കാനായിരുന്നു മകൻ പ്രാക്ടീസ് ചെയ്യുന്ന ബോക്സിംഗ് ക്ലാസ്സിൽ ആനും ചേർന്നത്. അവിടെ വെച്ച് കോച്ച് കിരൺ VS-ന്റെ ചോദ്യം, കിക്ക് ബോക്സിംഗിൽ ഒരു കൈ നോക്കിയാലോ എന്ന്. പിന്നെ സംഭവിച്ചത് ഏതൊരു വീട്ടമ്മയ്ക്കും മാതൃകയാക്കാവുന്ന, ഹൃദയം നിറയ്ക്കുന്ന സക്സസ് സ്റ്റോറി. കിക്ക് ബോക്സിംഗ് വെറുമൊരു നേരം പോക്കായിരുന്നില്ല ആനിന്. ഉയരെ പറക്കാനുള്ള ചിറകുകളും ഏതു നേട്ടങ്ങളും സ്വന്തമാക്കാനുള്ള ആത്മവിശ്വാസവും ആവോളം നൽകി ഈ കായികരംഗം. ഇതിനിടെ മകൻ കിക്ക് ബോക്സിംഗിൽ നിന്നും ബോക്സിംഗിലേക്ക് ചുവടുമാറി. ആനിന്റെ മെയ്വഴക്കം തിരിച്ചറിഞ്ഞ കോച്ച് കിരൺ കിക്ക് ബോക്സിംഗിലേക്ക് ആനിനെ വഴിതെളിച്ചു. അന്ന് ആ നിശ്ചയദാർഢ്യത്തിൽ റെക്കോർഡുകൾ വഴിമാറി. പല നേട്ടങ്ങളും ഉള്ളം കൈയിലേക്കെത്തി. എൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞൊരു 8 മാസത്തോളം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പിന് ശേഷമാണ് ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകുന്നത്. അപ്പം അതിൽ ഞാൻ 2 ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ 2 മാച്ചസിലും എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അതായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കളിച്ച ആദ്യത്തെ ഒരു സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ്. കിക്ക് ബോക്സിങ്ങിൻ്റെ തന്നെ നാഷണൽസ് വന്നു അതിൻ്റെ നെക്സ്റ്റ് ഇയർ. അങ്ങനെ നാഷണൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിനും ഗോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു മേജറായിട്ടുള്ള അച്ചീവ്മെൻറ്റ് എന്ന് പറയാനായിട്ട് ഞങ്ങൾ തായ്ലൻഡിൽ ഫൈറ്റിന് പോയിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ ബാങ്ടൗ എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ കിക്ക് ബോക്സിംഗ് ടൂർണമെൻറ്റിൽ ഞാൻ വിന്നറായിരുന്നു. കിക്ക് ബോക്സറായ അമ്മയുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബോക്സറായ മകൻ ക്രിസിനും നൂറുനാവ്. ഈ ചെറിയ പ്രായത്തിൽ നേടിയ ഓരോ നേട്ടങ്ങളിലും അമ്മയുടെയും കയ്യൊപ്പുണ്ടെന്ന് ക്രിസ് അഭിമാനത്തോടെ പറയുന്നു. She started when she was 35. Now she's approaching 42 years old. ആ ഏജിൽ അമ്മ തുടങ്ങിയിട്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ
I'm very proud of her, and it's a huge achievement for me and her as well. A few years back, I've switched to boxing. Amateur boxing, I'm fully focused and dedicated. Sub-junior gold medalist and junior gold medalist. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ജൂനിയർ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. സീരിയസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ്. പിന്നെ നാഷണൽ ടാലൻറ്റ് ഹണ്ടിൽ ഒരു ബ്രോൺസ് മെഡലും ഉണ്ട്. പല കായിക താരങ്ങളും തങ്ങളുടെ കരിയർ അവസാനിപ്പിക്കുന്ന 40കളിലാണ് ആൻ മേരി ഫിലിപ്പ് ഇപ്പോഴുള്ളത്. പക്ഷേ അപ്പോഴും അവരുടെ ജൈത്രയാത്ര തുടരുന്നു. മത്സരാർത്ഥിയായി പരിശീലകയായി തുടരുന്ന യാത്ര വെറുമൊരു നേട്ടം മാത്രമല്ല ആൻ അടയാളപ്പെടുത്തുന്നത്. ജീവിതത്തിൻ്റെ ക്രോസ് റോഡിൽ എല്ലാം അവസാനിച്ചു എന്ന് എഴുതി തള്ളുന്ന വിധി എഴുതുന്ന എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ സ്ത്രീകൾക്കുമുള്ള വഴിവിളക്ക് കൂടിയാണ് ഈ വനിത. ക്യാമറാമാൻ വിഷ്ണു രവിക്കൊപ്പം ബിൻഷാ മുഹമ്മദ്, 24. ഈ കഥ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. എനിക്ക് അമ്മമാരെ വലിയ ഇഷ്ടമാണ്. ഒരു ഓണപ്പാട്ടാണ് ഓർമ്മയിലേക്ക് ആദ്യം എത്തിയത്. തിരുവോണ കൈനീട്ടം എന്ന ഓണ ആൽബം. വിദ്യാസാഗറാണ് സംഗീതം, യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആരോ കമിഴ്ത്തി വെച്ച റൊട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. അതിനുള്ളിൽ അമ്മയെ അനുസ്മരിക്കുന്ന ഒരു വരിയുണ്ട്. അരത്തുടം കണ്ണീരാൽ അത്താഴം വിളമ്പിയോർ അമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. ഞാൻ അമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. എല്ലാ അമ്മമാർക്കും ആദരം, സ്നേഹം. അരത്തുടം കണ്ണീരാലത്താഴം വിളമ്പിയോരമ്മതന്നോർമ്മയെ സ്നേഹിക്കുന്നു. ഞാൻ അമ്മതന്നോർമ്മയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാഞ്ചീപുരം പട്ടും അമ്പലപ്പുഴ പാൽപ്പായസവും ഒക്കെ പോലെ പ്രസിദ്ധമാണ് ആറന്മുള കണ്ണാടിയും. ആറന്മുള വള്ളസദ്യക്കാലമാണ് കണ്ണാടി കച്ചവടത്തിൻ്റെ സുവർണകാലം. ഈ പ്രളയത്തിനൊക്കെ ശേഷം, ആ വലിയ കെടുതിക്കൊക്കെ ശേഷം ആറന്മുള കണ്ണാടി നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിർമ്മാതാക്കൾ. പത്തനംതിട്ടയിൽ നിന്ന് എസ് വിനേഷ് കുമാറാണ് ആറന്മുള കണ്ണാടിയുടെ വിശേഷങ്ങൾ പറയുന്നത്. ആറന്മുളക്കാരുടെ ഓണാഘോഷം തുടങ്ങുന്നത് വള്ളസദ്യയോടെയാണ്. വള്ളസദ്യയ്ക്കായി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിരവധി പേരെത്തുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും ആറന്മുള കണ്ണാടി വാങ്ങിച്ചാണ് മടങ്ങാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ പ്രളയം ആറന്മുള കണ്ണാടി വിൽപ്പനയെയും ബാധിച്ചു. ഈ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന സ്ഥലങ്ങളെല്ലാം അടഞ്ഞു കിടന്നു. അവിടെയെല്ലാം തന്നെ വെള്ളം കയറി. എന്നാൽ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. എന്തായാലും ആറന്മുള കണ്ണാടി വിശേഷം അവരെങ്ങനെയാണ് ഈ ഒരു പ്രളയത്തെ അതിജീവിച്ചെന്നാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. രണ്ടായിരത്തി 18 പ്രളയം ആറന്മുള കണ്ണാടി മേഖലയെ വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 20 സിസ്റ്റം യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. 20 യൂണിറ്റുകളോളം ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 20 യൂണിറ്റുകളിലും അന്ന് വെള്ളം കയറുകയും അത് മെറ്റീരിയൽസ് ആണെങ്കിലും മറ്റു രീതിയിലുള്ള കണ്ണാടികളാണെങ്കിലും എല്ലാം വളരെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ മോൾഡാണ്. ഈ മോൾഡിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ക്ലേ കൊണ്ടാണ്. ക്ലേ ആണ് ഇതിന് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ക്ലേയുടെ വർക്ക്, ഇതിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയ മോൾഡ് ധാരാളം നമ്മൾ ഓണക്കാലത്തേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം അന്ന് ഈ യൂണിറ്റുകളിലെ എല്ലാം കൂടുതലും നഷ്ടപ്പെട്ടത് മോൾഡുകളാണ്. കൂടാതെ ഫിനിഷ് ചെയ്ത് വെച്ചിരുന്ന മിററുകൾ അതെല്ലാം വീണ്ടും നമുക്ക് അഴിച്ച് മിനുക്കിയെടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ആറന്മുളയിലുണ്ടായ ആ 2018 പ്രളയം ലക്ഷങ്ങൾ, ഏതാണ്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയ അനുസരിച്ച് 1 കോടിക്ക് മുകളിൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പമ്പയുടെ തീരത്ത് ആറന്മുളയിൽ ഇതുപോലുള്ള നിരവധി കണ്ണാടി നിർമ്മാണശാലകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവിടുത്തെ പ്രധാന ഒരു വരുമാനം കൂടിയാണിത്. നമുക്കറിയാം, പ്രളയത്തിൻ്റെ ആ ഒരു ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ കണ്ണാടിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം വർക്ക്ഷോപ്പുകൾക്ക് അകത്തേക്ക് കൂടുതൽ കയറിയിട്ടില്ല, അതിന് താഴെ വന്ന് നിന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈ ഡാമേജുകൾ ഒഴിവാക്കുവാൻ സാധിച്ചു. ഒരു തരത്തിൽ രക്ഷപ്പെടലായിരുന്നു ഇപ്രാവശ്യം നടന്നത്. ഇപ്രാവശ്യത്തെ പ്രളയം വരുന്നത് കണ്ടിട്ട് തീർച്ചയായും 2018 ആവർത്തിക്കുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ നിഗമനം. പക്ഷെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതായാലും അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടാൻ കഴിഞ്ഞു. വളരെ ഭാഗ്യമുണ്ടായി. കാഞ്ചീപുരം പട്ടും അമ്പലപ്പുഴ പാൽപ്പായസവും കോഴിക്കോടൻ ഹലുവയൊക്കെ പോലെ ഏറെ പ്രസിദ്ധമാണ് ആറന്മുള കണ്ണാടി. ആറന്മുള വള്ളസദ്യക്കെത്തുന്നവർ കണ്ണാടി വാങ്ങാതെ മടങ്ങാറില്ല. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പ്രളയമായിരുന്നു ഇവിടെ. ആ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും കണ്ണാടി നിർമ്മാണം ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 പത്തനംതിട്ട. ഹാരി പോട്ടർ സിനിമകളുടെ ആരാധകരാണ് നമ്മളിൽ പലരും. ഹോഗ്വാർട്സ് മാന്ത്രിക വിദ്യാലയത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിലെന്ന് നമ്മളിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ആ ആഗ്രഹം ഒരു പരിധിവരെ നിറവേറ്റാൻ പറ്റുന്നൊരിടം മുംബൈയിലുണ്ട്. മുംബൈയിലെ ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഈ കഥ വിശദമായി പറയും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുംബൈയിലെ ലോവർ പരയിലാണ് എത്തിയത്. ലൂണ എറ്റ് സോൾ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മുടെ ഈ യാത്ര. ലൂണ എറ്റ് സോൾ എന്നത് ഫ്രഞ്ച് ലാറ്റിൻ ഒരു വാക്കാണ്. ലൂണ എന്നത് ചന്ദ്രൻ, എറ്റ് എന്നത് ആൻഡ്, അതായത് ചന്ദ്രനും സൂര്യനും, സോൾ എന്നത് സൂര്യൻ എന്ന അർത്ഥമാവുന്നത്. ഏതായാലും റെസ്റ്റോറൻറ്റിനകത്ത് ചെന്ന് ആ കാഴ്ചകളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാജിക്കൽ. ഹാരി പോട്ടർ സിനിമകളിൽ കണ്ടിട്ടുള്ള ആ മനോഹരമായ മാന്ത്രിക വിദ്യാലയത്തിലേക്ക് നമ്മൾ സ്വയം എത്തുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ്. ആ കാഴ്ചകളിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. Talking about Luna and Soul, it's a concept where we have thought of bringing as if you are dining under the stars in Swiss Alps, where you are around the snow, sitting below the sky, and that kind of dining experience we wanted to give. Luna specializes in serving European cuisine. We have thought of chalet is an important element of Luna at Soul. ഹാരി പോട്ടർ സിനിമയിലെ മാന്ത്രിക വിദ്യാലയം എന്ന് നമുക്ക് അനുഭവപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഓരോ എലമെന്റ്സും, ഇവിടെയുള്ള ടേബിളിന് മുകളിലെ ഷീറ്റ് ആവട്ടെ, ഗ്ലാസുകളാവട്ടെ, എവിടെ നോക്കിയാലും ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കത്തുകൾ നോക്കൂ, അതൊക്കെ ഹാരി പോട്ടറിന് വന്ന കത്തുകളാണ്. Really nice. This is one of the places where you can have experiential food. So as you know, it can be tasty while it can give you a very wholesome experience. നമ്മൾ 1-2 വിഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. കാരണം ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഭക്ഷണങ്ങളല്ല, യൂറോപ്യൻ ശൈലിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ, വിഭവങ്ങളാണ് നമുക്കിവിടെ കിട്ടുക.
നമ്മളിപ്പം ഓർഡർ ചെയ്ത ആദ്യത്തെ ഡിഷ് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഹോൾ ഗ്രേഡ് ചിക്കൻ എന്നതാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അതിലുള്ളത് ചിക്കൻ ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾ. Just trying this one. Okay. Great whole roast. ഈ ഒരു നൈറ്റ് ആംബിയൻസിൽ യഥാർത്ഥത്തിലൊരു വ്യത്യസ്തമായൊരു അനുഭവം. ഭക്ഷണവും കൊള്ളാം, ഭക്ഷണം നല്ല രുചിയുണ്ട്. നമ്മൾ സാധാരണ സ്ഥിരമായി കഴിക്കുന്ന രുചികളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമാണ്. So what is it? It's a rustic stew. യഥാർത്ഥത്തിൽ ഇത് ചോറും ഒരു പ്രത്യേക രീതിയിലുള്ള കറിയുമാണ് ഈ ഒരു വിഭവത്തിലുള്ളത്. അത് മിക്സ് ചെയ്താണ് നമുക്ക് അദ്ദേഹം സെർവ് ചെയ്ത് തരുന്നത്. ചോറും ഒരു കറിയുമാണ്. അതിൽ ബ്രൊക്കോളി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാപ്സിക്കം അടക്കമുള്ള ചില പച്ചക്കറികളും അതിലുണ്ട്. ഈ ഒരു രുചി അത് സാധാരണ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന, കേരളത്തിൽ കഴിക്കുന്ന പോലെയുള്ള തനതായ രുചിയല്ല. അതിനപ്പുറത്തേക്കുള്ള ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു രുചി അതെനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. This is Midnight Amber. Midnight Amber. It's a lingering glow, dark chocolate mousse served in a candle shape, studded with some almond flakes which to light on the table. ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് ഉണ്ട്. ഒപ്പം തന്നെ ഈ കത്തുന്നത് യഥാർത്ഥത്തിൽ ആൽമണ്ട്സ് ആണ്, ബദാമാണ്. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും രുചികരമായ ചോക്ലേറ്റ് ഡെസേർട്ട് ഇതായിരിക്കും. ഈ ഡെസേർട്ടോടെ നമ്മൾ തൽക്കാലം ഭക്ഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ആംബിയൻസ് കാണാനായി വരുന്ന ആളുകളായിരിക്കും ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നത്, അത് അനുഭവിക്കാനും. പക്ഷേ അങ്ങനെ എത്തി ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങി പോകുന്ന ആളുകൾ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവരുടെ ഭക്ഷണം കൂടി ആ തരത്തിൽ മികച്ചതായിരിക്കണം. ആ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ഈ റെസ്റ്റോറൻറ്റ് ചെലുത്തിയിട്ടുണ്ട്. അത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. മുംബൈയിൽ നിന്നും വരുൺ മുഴശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇനി പോകുന്നത്. തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം മുതലപ്പൊഴി കുപ്പിക്കഴുത്തു പോലുള്ള മരണമുനമ്പ്. ആ മരണമുനമ്പിൽ പൊലിഞ്ഞത് നൂറുകണക്കിന് ജീവനുകളാണ്. അശാസ്ത്രീയ നിർമ്മാണത്തിന് ഇരകൾ ഉണ്ടാകും എന്നുള്ളതിന് ഉത്തമ തെളിവാണ് മുതലപ്പൊഴി. എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീർ, വേദന, നോവ് എത്ര തവണ നമ്മൾ പറഞ്ഞതാണ്. എത്ര തവണ. മുതലപ്പൊഴിയിലെ അനാസ്ഥയുടെ, നാഥനില്ലാതായ കുടുംബങ്ങളുടെ കണ്ണുനീരിൻ്റെ, നോവിൻ്റെ, തീരാവേദനയുടെ കഥ തിരുവനന്തപുരത്ത് നിന്നും പറയുകയാണ് അജ്മൽ ദിറാർ. ഈയലുകളെപ്പോലെ മനുഷ്യർ മരിച്ചു വീഴുന്ന മുതലപ്പൊഴി. ദിവസങ്ങൾ കഴിയുന്തോറും കടൽ കവർന്നെടുക്കുന്നവരുടെ ജീവൻ വർദ്ധിച്ചു വരുന്ന മുതലപ്പൊഴി. ആണ്ടോടാണ്ടടുക്കുമ്പോഴും കാണാതായ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്ന എത്ര കുടുംബങ്ങൾ. എന്താണ് ശരിക്കും തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ സംഭവിക്കുന്നത്? ഇതാണ് ആ മരണക്കയം. വറുതിക്കാലത്ത് അന്നം തേടി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളിൽ പലരും മടങ്ങി വരാത്തതിൻ്റെ കാരണം തീർച്ച ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചയാണ്. പണ്ടേ പറഞ്ഞതാണ് ഈ പുലിമുട്ട് നിർമ്മാണത്തിൽ അശാസ്ത്രീയത. പക്ഷേ വൈകി മനസ്സിലാക്കിയ സർക്കാർ മാസങ്ങൾക്ക് മുമ്പ് ഒരു ശാസ്ത്രീയ പഠനം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ നാളിതുവരെ അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എൻ്റെ മോനും കിട്ടിയില്ല. ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞു. മരിച്ചിട്ട് 5 വർഷം 5.5 വർഷം കഴിഞ്ഞു. ഗവൺമെൻറ് കൊണ്ടോ മറ്റുള്ള രീതിയിലോ ഒരു സഹായമൊന്നും കിട്ടിയിട്ടില്ല.
അതിലുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഒരു മാസം വരെ തിരച്ചിൽ നടത്തിയപ്പോൾ അവനെ കിട്ടിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, അവൻ്റെ വിധി അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഈ സംസാരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ പോയി തിരിച്ചെത്തിയിട്ടില്ലാത്ത ക്രിസ്ത്യൻ രാജ് എന്ന യുവാവിൻ്റെ പിതാവാണ്. മുതലപ്പൊഴിയിൽ ഉപജീവനത്തിനായി ഇറങ്ങി തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരുപാട് മത്സ്യബന്ധന തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഇനിയുമുണ്ട് അഞ്ചുതെങ്ങിലും പെരുമാതുറയിലും മര്യനാട്ടുമൊക്കെ. പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കടലറിവുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ അന്നേ പറഞ്ഞത് ഈ നിർമ്മാണം അശാസ്ത്രീയമെന്നാണ്. എന്നാൽ അത് പരിഗണിക്കാതെയുള്ള നിർമ്മിതിയുടെ ഇരകളും ആ മനുഷ്യർ തന്നെ. ആ അപകട പരമ്പരയുടെ അവസാന ഇരയായി മാറിയിരിക്കുകയാണ് അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ. ഇന്ന് എൻ്റെ ഭർത്താവ് പോയി, നാളെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഇതേ ജോലി, എൻ്റെ അച്ഛനും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഇതേ ജോലിയാണ് ചെയ്യുന്നത്. നാളെ എനിക്ക് വന്നതുപോലെ എൻ്റെ സഹോദരങ്ങൾക്ക് വരാൻ പാടില്ല. ഇനിയൊരു മുതലപ്പൊഴിയിൽ ഇനിയൊരു മരണം പോകാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ പലതുണ്ട്. പുലിമുട്ടിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം മുതൽ അഴിമുഖത്ത് വൻതോതിൽ മണലടിയുന്നത് വരെ നീളുന്നു ആ പ്രതിസന്ധികൾ. കൂടാതെ ഈ കാരണങ്ങളാൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ എന്ത് അടിയന്തര സംവിധാനങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് എന്ന ചോദ്യവും ബാക്കിയാണ്. കടലിലകപ്പെടുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ രക്ഷാദൗത്യം ആരംഭിക്കാനാകും വിധം SOP 2 ആഴ്ചക്കകം തയ്യാറാക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് മുന്നിൽ പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ പെരുമഴയത്ത് റോഡ് ഉപരോധിക്കേണ്ടി വന്നവർ നോക്കി നിൽക്കുന്നത് ദയനീയമായിട്ടാണ്. എന്നാൽ മുതലപ്പൊഴിയിലെ അപകടങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് പൊഴി നിർമ്മാണം പൂർത്തിയാകാത്തതാണെന്നും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും സ്ഥലം MLA രമ്യ ഹരിദാസ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനിവിടെ ജനപ്രതിനിധിയായിട്ട് ഏകദേശം നിങ്ങൾക്കറിയാലോ ഏകദേശം 3 മാസത്തിനടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് സംവദിക്കുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്തിരുന്നത് 2017 ഓക്കി, 2018 പ്രളയം, ഈ സമയങ്ങളിലെല്ലാം ഈ ദുരിതം അനുഭവിച്ച മത്സ്യത്തൊഴിലാളികളുടെ വലിയ ഡിമാൻഡായിരുന്നു അവിടെ ഒരു ഷിപ്പ് 24 hours നിൽക്കുന്ന ഒരു ഷിപ്പും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും. കാരണം ഇത്തരമൊരു സാഹചര്യം വന്നാൽ ആ ക്രൈസിസിൽ നിന്ന് ജനങ്ങളെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പം സർക്കാർ മാറി വന്നു. ഇപ്പോൾ ഒരു 3 മാസത്തിലേക്ക് അടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാബിനറ്റിനകത്ത് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനത്തിലും മത്സ്യത്തൊഴിലാളികളുടെ ശാശ്വതമായിരിക്കുന്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. CWPRS മുൻ പഠനം നടത്തിയുള്ള അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം കൂടി കൂട്ടിച്ചേർത്ത് പൊഴിയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ഒരു ആവശ്യം, മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കാരണം അത് പൂർത്തിയാകാത്തിരിക്കുന്നത് കൊണ്ട് അപകടത്തിനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോലും ആഗ്രഹിക്കുന്നത് അപകടരഹിതമായിരിക്കുന്ന ഒരു മുതലപ്പൊഴിയാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആവശ്യം. പക്ഷേ കടലിൽ കാണാതായ പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ സഹോദരൻ്റെയോ മകൻ്റെയോ ചിത്രങ്ങൾക്ക് മുന്നിൽ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ ഈ പറഞ്ഞ ശാശ്വത പരിഹാരങ്ങൾക്കായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. ഇനിയും എത്ര മനുഷ്യർ മരിക്കണം, എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കണം? വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോണിൻ്റെ മകളോട് മുഖ്യമന്ത്രി പറഞ്ഞ ആ കരക്കാർ കടലിലേക്കെത്തി ഈ പ്രതിസന്ധികൾ ഒന്ന് പരിഹരിക്കാൻ. ക്യാമറാമാൻ സിറിലിനും രാജേഷിനുമൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. മുതലപ്പൊഴിയിലെ മനുഷ്യജീവന്, മത്സ്യത്തൊഴിലാളികളുടെ ഉയിരിന് ശാശ്വതമായ സുരക്ഷ ഉറപ്പാക്കണം. അധികാരികളുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. പുതിയ കഥകൾ, പുതിയ വിശേഷങ്ങളൊക്കെയായി റൈഡിംഗ് റിപ്പോർട്ടറിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.